ഈ വാരം നമുക്ക് എഴുത്ത് വന്നിരിക്കുന്നത് പിരായിരിയിൽ നിന്നും സുഭാഷാണ് നമുക്ക് എഴുത്തയച്ചിരിക്കുന്നത്. നമസ്തേ, എൻ്റെ പേര് സുഭാഷ്. ഞാൻ സൗദിയിൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാട്ടിൽ വന്നു. നാട്ടിൽ തന്നെ നിൽക്കുവാൻ വേണ്ടിയിട്ടാണ്, ഇനിയുള്ള കാലം നാട്ടിൽ തന്നെ നിൽക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് ബിസിനസ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, നാട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കാൻ കഴിയുമോ എന്നറിയണം. അങ്ങനെയാണെങ്കിൽ ഏതു ബിസിനസ്സാണ് ചെയ്യേണ്ടത് എന്നുകൂടി എനിക്ക് പറഞ്ഞു തരണം. ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പാർട്ട്ണർഷിപ്പിലായിട്ട് ടെക്സ്റ്റൈൽ ഫീൽഡാണ് ഉദ്ദേശിക്കുന്നത്. ഈ രംഗത്ത് എനിക്ക് വിജയിക്കുവാൻ സാധിക്കുമോ എന്ന് അറിയണം. അതാണ് പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്നുള്ളതാണ് സുഭാഷ് പറഞ്ഞിരിക്കുന്നത്. ജാതകപ്രകാരം കൊല്ലവർഷം 1144 തുലാമാസം 16-ാം തീയതി വെള്ളിയാഴ്ച ഉദയാൽപരം 24 നാഴിക 27 വിനാഴികയ്ക്ക് പൂരുരുട്ടാതി നക്ഷത്രം 4-ാം പാദത്തിലാണ് ജനിച്ചിരിക്കുന്നത്. ജാതകവശാൽ 47 വയസ്സ് കഴിഞ്ഞ് 8 മാസം 20 ദിവസമാകും താങ്കൾക്ക്. താങ്കളുടെ ജാതകപ്രകാരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായ ദശാകാലം ശുക്രദശയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 2011 നവംബർ മാസം 21-ാം തീയതി മുതൽക്കായിട്ട് 2031 നവംബർ മാസം 21-ാം തീയതി വരെയുള്ളതായിരിക്കുന്ന 20 കൊല്ലക്കാലം ശുക്രദശാകാലമാണ്. ഇപ്പോൾ ശുക്രദശയിൽ താങ്കൾക്ക് ചന്ദ്രൻ്റെ അപഹാരമാണ് ഈ കഴിഞ്ഞ മാർച്ച് മാസം മുതലൊക്കെ 2016 മാർച്ച് മാസം 21-ാം തീയതി മുതലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2017 നവംബർ മാസം 20-ാം തീയതി വരെ ശുക്രദശയിലെ ചന്ദ്രൻ്റെ അപഹാര സമയമായിട്ടാണ് പറയുക. ജാതകവശാൽ ശുക്രദശയിലുള്ളതായിരിക്കുന്ന ചന്ദ്രൻ്റെ അപഹാരം കുറച്ചൊരു ഗുണകരമായിരിക്കുന്ന ഒരു സമയമായിട്ടാണ്. ലഗ്നാൽ 5-ാം ഭാവാധിപതിയായ യോഗകാരകനായ ചന്ദ്രൻ ലഗ്നത്തിലാണ് നിൽക്കുന്നത്. മാത്രമല്ല ശുക്രാല് 5-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ പൊസിഷൻ പൊതുവെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ശുക്രദശയിലെ ചന്ദ്രൻ്റെ അപഹാരം കുറച്ചൊരു ഗുണം ചെയ്യുന്നൊരു സമയമായിട്ടാണ് പറയുക. ഈ ബിസിനസ് പരമായിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ് താങ്കളുടെ ജാതകപ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ബിസിനസ് സംരംഭങ്ങൾക്ക് ഇറങ്ങാവുന്നതാണ്. ഈ വരുന്ന ആഗസ്റ്റ് മാസം 11-ാം തീയതിക്ക് ശേഷം ചാരവശാൽ വ്യാഴം 6-ാം ഭാവത്തിൽ നിന്നും 7-ാം ഭാവത്തിലോട്ട് മാറുന്നുണ്ട്. ആ സമയത്തിൽ ബിസിനസ് പരമായിരിക്കുന്ന കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാകും കൂടുതൽ ഉചിതം. 2017 ജനുവരിക്ക് ശേഷം കണ്ടകശനി ബാധിക്കാൻ ഇടയുള്ളതുകൊണ്ട് അതിന് മുൻപിലായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി ഗുണം ഉണ്ടാകുന്നതാണ് പറയുക. അപ്പോൾ 2016 ആഗസ്റ്റ് മാസം 11-ാം തീയതി മുതൽക്ക് 2017 ജനുവരിക്കുള്ളിലായിട്ടുള്ളതായിരിക്കുന്ന സമയം ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാൻ ഏറ്റവും അനുകൂലമായിട്ടാണ് പറയുക. മാത്രമല്ല ശുക്രൻ്റെ ദശാകാലത്തിൽ പൊതുവെയും വെള്ളി ആഭരണങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ വസ്ത്രപരമായിരിക്കുന്ന ബിസിനസ് എല്ലാം തന്നെ തുടങ്ങുന്നത് വളരെയധികം ശ്രേയസ്കരമായിട്ടാണ്. ടെക്സ്റ്റൈൽസ് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഈ വസ്ത്ര വ്യാപാര രംഗത്ത് നല്ലതുപോലെ വിജയിക്കുവാൻ സാധിക്കും. മെല്ലെ മെല്ലെ ആയിട്ട് പാർട്ട്ണർഷിപ്പ് എന്ന് ഒഴിവാവുകയോ അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ളതായിരിക്കുന്ന കട തുടങ്ങാനോ ഒക്കെ സാധിക്കും. ഇനിയുള്ളതായിരിക്കുന്ന അത്രയും കാലം താങ്കൾക്ക് ഗുണകരമായിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ കൂടിയിട്ട് ഭാഗ്യരാശിയിലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിലും 3-ാം ഭാവത്തിൻ്റെയും 8-ാം ഭാവത്തിൻ്റെയും ആധിപത്യം ആ ശുക്രനിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്വതേ പാപനായിരിക്കുന്ന ആ ശുക്രനെ ബലപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പൊതുവെ ഓജരാശിയിലായതുകൊണ്ട് ഗണപതിയെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് പറയുക. വിഘ്നങ്ങളെല്ലാം തന്നെ തടസ്സങ്ങളെല്ലാം തന്നെ നീങ്ങി ഗുണാനുഭവം ഉണ്ടാകുവാനായി വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുന്നതും മഹാത്രിപുരസുന്ദരി യന്ത്രം ഏലസിലാക്കിയിട്ട് വെള്ളി തകിടിൽ എഴുതിയിട്ട് വെള്ളി ഏലസിലാക്കി ധരിക്കുന്നത് കർമ്മപരമായിരിക്കുന്ന വിജയങ്ങൾക്കും ഏറ്റവും ഗുണം ചെയ്യുമെന്നുള്ളതാണ് പറയുക. മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഗുണകരമായിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനുശേഷം ഈ ചന്ദ്രൻ്റെ അപഹാരത്തിന് ശേഷം താങ്കൾക്ക് വരുന്ന ചൊവ്വയുടെ അപഹാരവും ഗുണം ചെയ്യുന്നൊരു സമയമായിട്ടാണ് പൊതുവെ പ്രധാനമായിട്ടും സൂചിപ്പിച്ചിരിക്കുന്നത്. ചൊവ്വ ശത്രുക്ഷേത്രത്തിലാണ് സ്ഥിതിയെങ്കിൽ കൂടിയിട്ട് അംശയിച്ചിരിക്കുന്നത് ഉച്ചരാശിയിലാണ്. ആ ചൊവ്വ കുറേ കൂടി ഗുണത്തിനെ പ്രദാനം ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. താങ്കൾക്ക് ധൈര്യത്തിൽ നാട്ടിൽ ബിസിനസ് സംരംഭം തുടങ്ങാവുന്നതാണ്.